ഹലോ മച്ചന്മാരെ, നമസ്കാരം. നമുക്കിന്ന് വന്നിരിക്കുന്ന വണ്ടിയുടെ കംപ്ലൈൻറ്റ് എൻജിൻ ഓയിൽ ലീക്ക് ആണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കസ്റ്റമർ റിപ്പോർട്ട് ചെയ്ത വേറൊരു കംപ്ലൈൻ്റ് ആണ് ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊത്ത റെസ്പോൺസ് വണ്ടി തരുന്നില്ല, വണ്ടി കാണിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റും കൂടിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമറോട് സജസ്റ്റ് ചെയ്തത് ഒരു ജനറൽ സർവീസാണ്. ജനറൽ സർവീസിൽ നമുക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ, കാർബറേറ്റർ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു പെർഫോമൻസ് കൂട്ടാം എന്നുള്ള ഒരു കണ്ടീഷനിൽ കസ്റ്റമറോട് പറഞ്ഞ് സമ്മതിക്കുണ്ടായി. പണി തുടങ്ങിയപ്പോഴാണ് പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തില എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് ഈ കാര്യങ്ങളെല്ലാം എത്തിയത്. അതായത് സെക്കൻഡറി എയർ ഫിൽറ്റർ നമ്മൾ നോക്കി, സെക്കൻഡറി എയർ ഇൻഡക്ഷൻ സിസ്റ്റം ചെക്ക് ചെയ്തപ്പോൾ അത് മൊത്തത്തിൽ ദ്രവിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്തെ ഡയഫ്രം, അതിൻ്റെ അകത്തെ വാൽവ് ഇതെല്ലാം ഭയങ്കരമായിട്ട് കാർബണൈസ്ഡ് ആയിട്ട് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു വണ്ടിയുടെ മെയിൻ കംപ്ലൈൻറ്റ്. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ പൈപ്പ്, അതായത് എക്സോസ്റ്റ് ഗ്യാസ് ഹെഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് ഞങ്ങൾ അഴിച്ചു നോക്കി, അതും ബ്ലോക്ക് ആയിരുന്നു. ടോട്ടലി അതെല്ലാം കാർബൺ വന്ന് അടഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഹെഡ് നോക്കിയപ്പോൾ ഹെഡിലോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നല്ല രീതിയിൽ കാർബൺ വന്ന് അടഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഹെഡ് ഞങ്ങൾ അഴിച്ചു. ഹെഡ് അഴിച്ചു കഴിഞ്ഞ് അത് ലീക്ക് ചെക്ക് ചെയ്തു. അതായത് ഹെഡിൻ്റെ 2 വാൽവിനും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ എക്സോസ്റ്റ് വാൽവിന് ലീക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് സീറ്റ് ചെയ്തു. വാൽവിന് കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പഴയ വാൽവ് തന്നെ ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചു. വാൽവ് ഓയിൽ സീൽ മാറി, ഹെഡ് വൃത്തിയായിട്ട് നീറ്റായിട്ട് സെറ്റ് ചെയ്തു. ലീക്കൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി. പിസ്റ്റൻ്റെ മണ്ടയ്ക്ക് അടിഞ്ഞുകൂടിയിരുന്ന കാർബൺ ഡെപ്പോസിഷൻസ് എല്ലാം ഞങ്ങൾ മാറ്റി, എല്ലാം ക്ലീൻ ചെയ്ത് എൻജിൻ നല്ല വൃത്തിയായിട്ട് റീസെറ്റ് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓക്കെയാണ്, ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ വണ്ടി ഞങ്ങൾ ഓടിച്ചു നോക്കി, എല്ലാം ക്ലീനാണ്, നീറ്റാണ്, വണ്ടി അടിപൊളിയായിട്ടുണ്ട്. കസ്റ്റമർ ഹാപ്പിയാണ്. എയർ ഇൻഡക്ഷൻ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് പുതിയത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണിയും തീർത്ത് വണ്ടി നീറ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.